എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടേസ്റ്റ് ഓഫ് ലവിൽ നമുക്ക് പരിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് പരിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പം അവരുടെ ബുദ്ധിക്കൊക്കെ നല്ലതാണ്. അപ്പം ഇനിയിപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരുമല്ലേ കുഞ്ഞുങ്ങൾക്ക്, അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് ചെറുപയറാണ്. അപ്പം ഞാൻ അല്ലാതെ ചെറുപയർ പരിപ്പ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, അത് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പം ചെറുപയർ പരിപ്പ് വെച്ചിട്ടല്ല, ചെറുപയർ വെച്ചിട്ട് എങ്ങനെ പരിപ്പ് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനാദ്യം ആവശ്യത്തിന് ചെറുപയർ നിങ്ങൾ എടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിന് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം മിക്സിയുടെ ജാറ് വെള്ളമയമൊന്നും കാണരുത്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തരിയായിട്ട് കാണണം, എന്നാൽ ഒത്തിരി വലുപ്പത്തിലും ആകല്. അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തിട്ട് ഇനി ഇതിനെ വേണം, ഇത് നമ്മൾക്ക് കഴുകി അരിച്ചെടുക്കണം. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിനി പരിപ്പുണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനത് കഴുകി അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിന് നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ വൃത്തിയായിട്ട് കഴുകി അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണേ, നമുക്ക് പരുവത്തിന് വെന്തെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേകുന്നത് വരെ ഇത് അടുപ്പിൽ വെക്കുക. ഇത് നമ്മൾ ഇളക്കി കൊടുത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എളുപ്പമാണ്, നമുക്ക് ഉണ്ടാക്കാനും ഒത്തിരി എളുപ്പമാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയ എല്ലാവരും പരിപ്പ് കൂട്ടാത്തവർ വരെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേകാനായിട്ട് എത്രമാത്രം വെള്ളം ആവശ്യമാണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഇത്രയും വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ നോക്കാം. വെള്ളം കുറവാണ്, ഇനി വേണമെന്ന് തോന്നുന്നതാണെങ്കിൽ, വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തുണ്ടാക്കുക. ഇതുപോലെ നന്നായിട്ട് കിടന്ന് തിളച്ച് നന്നായിട്ട് കിടന്നിട്ട് വരണം. നമ്മൾ വെന്തോ ഇല്ലയോ നമുക്കിതിനകത്തുനിന്നൊരു വലിയൊരു പീസ് ഏതെങ്കിലും എടുത്തൊന്ന് ഞെക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വെന്തോ ഇല്ലയോ. അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ വേകുന്നത് വരെ ഇനി വെള്ളം വറ്റി പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ വെള്ളം വറ്റി നന്നായിട്ട് ഇതാവും, കുറുകൽ പോലെയുള്ള ഒരു പരുവം വെക്കും. ആ സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിടുക. അതായത് ഹാഫ് കുക്ക്ഡായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് പകുതി വേവ് ആയതിനു ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ വേകാൻ താമസം കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് വേണം എന്നാണ്. നമ്മുടെ ഇവിടെ വേഗുണ്ടോ ഈ ഒരു പരുവം ആയിട്ടുണ്ട്, കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെന്ത ആ കുറുകൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങയും അരപ്പാണ്. ഞാനതിവിടെ അരച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കരുത്. ഇതുപോലെ തന്നെ ചെയ്യുക. തേങ്ങ എടുത്തു, അതിലേക്ക് പച്ചമുളക്. ഇനി വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇല്ല, ഞാൻ പച്ചമുളകും തേങ്ങയും മാത്രം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളിനി ഒന്ന് ഇതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഉപ്പിന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇങ്ങനെ വിട്ട് കുറച്ച് നേരം കൂടെ വെച്ചേക്കുന്നത്. ഒന്ന് ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഏറ്റവും ലാസ്റ്റിൽ പരിപ്പുണ്ടാകും. ഇപ്പം ചൂട് സമയമല്ലേ,
പരിപ്പൊക്കെ ഉണ്ടാക്കി ചെറിയ ചൂടോടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകും പെട്ടെന്ന്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്, ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ ചെറുപയറും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ചെറുപയർ പുഴുങ്ങി വേണമെങ്കിൽ കൊടുക്കാം, തേങ്ങയൊക്കെ തിരുമ്മിട്ട് ശർക്കരയൊക്കെ ഇട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഹെൽത്തിയാണ്. 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ നല്ലതാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് നല്ല. അപ്പോൾ വെള്ളവും നന്നായിട്ട് കുടിപ്പിക്കണം, ചൂടുള്ള സമയം ഇതുകൊണ്ട്. അപ്പം ഞാനിതിപ്പം പരിപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അതാണ് ഇപ്പം പിന്നെ ഈ റെസിപ്പിയും കൂടെ പിടിച്ചിട്ടേക്കാന്ന് കരുതിയത്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുന്നത് കഴിഞ്ഞ് അരയ്ക്കണം കേട്ടോ. ഇങ്ങനെ മിഴിച്ച് കിടക്കല്ലേ, തേങ്ങ നന്നായിട്ട് അരഞ്ഞ് അതുമായിട്ട് യോജിക്കണം. ആ ഒരു പരുവത്തിന് നമ്മൾ തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. ഉപ്പ് കുറച്ച് ആദ്യം ഇടുക, അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ഉപ്പ് വാരിയിടല്ലേ. ഇപ്പോഴും കുട്ടികൾക്കൊക്കെ കുറച്ച് ഉപ്പ് ചേർത്തുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. പച്ചമുളക് അരച്ച് ചേർത്തല്ലോ തേങ്ങയുടെ കൂടെ. പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് വേണ്ടി പച്ചമണം മാറി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ഒരല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി വെളുത്ത നിറത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ. ഹെൽത്തിയാണ്. ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാൻ. പരിപ്പ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കും, ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്ന പേരുണ്ട്, വീഡിയോസ് കണ്ടിട്ട് അവരോടൊക്കെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഇത്രയേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ചെറുപയർ എടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പം അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകി തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുക. പരിപ്പുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ ഒടിച്ച് ഉരുക്കുന്നതും പപ്പടവും ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, ഇഷ്ടപ്പെടും. ഇതുപോലെ റെസിപ്പി വെച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ്